ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെങ്കിലും നമ്മുടെ കിച്ചൺ ഗാർഡനിൽ നിന്ന ഇൻട്രോ പറയുന്നത്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ളൊരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്നത്. ഡിന്നറിനുള്ള കറി കേട്ടോ. കറി എന്താണെന്ന് ചോദിച്ചാൽ പാലക് പനീർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാലക്ക് ഇരുട്ടുന്നതിന് മുമ്പ് ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് രാത്രി ഐറ്റം എന്താണെന്ന് അവിടെ കാണാം കേട്ടോ. ഇതാട്ടോ പാലക്ക്. അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ ഞാൻ വളമൊന്നും കൊടുത്തിട്ടില്ല, ശരിക്കും ഓർഗാനിക് കേട്ടോ, രാസവളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ പാലക്ക് ശരിക്കും ഞാൻ വയനാട് പോയപ്പോൾ വിത്ത് വാങ്ങിക്കൊണ്ടുവന്ന് മുളപ്പിച്ചതാണ്. കുറച്ച് ലീഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കറി ഉണ്ടാക്കാൻ ഇത്രയും പാലക്ക് തന്നെ മതി. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയിട്ട് എങ്ങനെയാണ് പാലക്ക് പനീർ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ദേ നമ്മുടെ പാലക് പനീറിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാൻ പോവാണ്. ദേ ഞാൻ പാലക്കൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പാലക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പോഷക സമ്പുഷ്ടമാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ ഇത് റിച്ച് ആണ്. അതുകൂടാണ്ട് ഫൈബർ ധാരാളമുണ്ട്, അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. പിന്നെ നമ്മൾ പനീറും കൂടി ചേർക്കുമ്പോൾ പ്രോട്ടീനും കൂടെ കൊണ്ട് സമ്പുഷ്ടമാകും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു ബെസ്റ്റ് ഫുഡാണ് ശരിക്കും പാലക് പനീർ. കുട്ടികളെ കൊണ്ട് പാലക്കും പനീർ കഴിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം കൂടെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കാം. ഇത് ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ കുറേ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പാലക്കിട്ടൊന്ന് തിളപ്പിക്കണം. അതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് നല്ല ചിൽഡ് വാട്ടർ, നല്ല തണുത്ത വെള്ളം വേണം കേട്ടോ. തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ഇട്ട് വെച്ചാലും മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഈ പാലക്കിനെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു 200 ഗ്രാം പാലക്കുണ്ടാവും കേട്ടോ. ഇത് ഒത്തിരി സമയം കൊണ്ടിടരുത്, 1 മിനിറ്റ് കേട്ടോ. 1 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ എൻ്റെ കളറങ്ങ് പോകും കേട്ടോ. അപ്പോൾ അത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് നേരെ ഈ ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഐസ് വാട്ടർ ഇല്ലെങ്കിൽ സാധാ പച്ചവെള്ളത്തിൽ ഇട്ടാലും മതി, പെട്ടെന്ന് തണുപ്പിച്ചിടാൻ കേട്ടോ. അല്ലെങ്കിൽ ഇത് ഓവർ കുക്കായിട്ട് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് പോകും. നമ്മളിത് ഐസ് വാട്ടറിൽ ഇട്ടുകൊണ്ട് തന്നെ ഒത്തിരി സമയം വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തണുത്തു ഇപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ പനീറിലാണ് കേട്ടോ. പനീറിൻ്റെ ക്യൂബ്സാണ് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത്. 200 ഗ്രാം ക്യൂബ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം, അതല്ല എങ്കിൽ ഒന്ന് ഫ്രൈ ആക്കി ഉപയോഗിക്കാം. ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം ഫ്രൈ ആക്കി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ ആദ്യം ചെയ്യുന്നത് ഒരു 2 ക്യൂബ് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പനീറിൻ്റെ ക്യൂബ്സിലേക്കും തട്ടി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ക്യൂബായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും, അതല്ല എങ്കിൽ വലിയ പീസ് കിട്ടും, വാങ്ങിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. നമ്മുടെ പനീറൊന്ന് മൂത്ത് വന്നിട്ടുണ്ടേ, നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ബട്ടറിലേക്ക് കുറച്ചും കൂടെ ബട്ടർ കൊടുക്കണ്ടേ. നമ്മൾ വറുത്തതിൻ്റെ ബാക്കിയിൽ തന്നെ ഉണ്ടായിരുന്നേ. ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു 3 പച്ചമുളക് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 1/2 ടേബിൾ സ്പൂണേ. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 2 മീഡിയം സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക കേട്ടോ. ഇതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഒരു ടൊമാറ്റോ കേട്ടോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, അത്യാവശ്യം വലിയ കഷ്ണമായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഈ ടൊമാറ്റോ ഇതിലേക്ക് വെന്ത് ചേരുകയും വേണം. ഈ മിക്സ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുകയും വേണം കേട്ടോ. അതുവരെ നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മിക്സ് ഏതാണ്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ കുറച്ച് മസാലകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ മുളക് പൊടി ഇടുന്നു കേട്ടോ, അല്ലെങ്കിൽ കളർ മാറിപ്പോവും. നമ്മൾ പച്ചമുളക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് എരിവിന് വേണ്ടി. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതും ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഈ മിക്സ് ഇങ്ങനെ തണുക്കണം. തണുത്തതിന് ശേഷം ബാക്കി പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളിത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ദേ പനീർ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചീര ഇവിടെ ഇരിപ്പുണ്ട്, പാലക്ക്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മിക്സ് ഉണ്ടല്ലോ, അതും ആ മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക.
എല്ലാം കൂടെ ഒറ്റ പരിപാടിയാട്ടോ, വളരെ ഈസിയാണ്. ഇത് 2 പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഇനി തികച്ചും ഓപ്ഷണലായ ഒരു കാര്യം കൂടി ഞങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. ഇത് കാഷ്യൂ നട്ട്സ് ആണ്. ഇല്ല എങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പുഷ്ടിയും കിട്ടും ഗ്രേവിക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോകണേ, ഇതൊരു ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്തായാലും അരച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതേ ഓൾ സെറ്റാണേ. നമ്മുടെ മിക്സ് കണ്ടോ, നല്ല പച്ച നിറത്തിൽ അടിപൊളിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ സെയിം പാൻ തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. ഞാൻ അതിലേക്ക് വീണ്ടും ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ബട്ടറിന് പകരം, പക്ഷെ ബട്ടർ കുറച്ചുകൂടി നല്ല കേട്ടോ. നെയ്യ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് ഉരുകി വന്നിട്ടുണ്ടേ. ഈ സമയം നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കേട്ടോ. ഈ ചെറിയ ജീരകം മസ്റ്റ് ആട്ടോ. മിക്കവാറും നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒക്കെ ഒരു പ്രധാന ഭാഗമാണ് ഈ ചെറിയ ജീരകം കേട്ടോ. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അടിപൊളി ഗ്രീൻ കളറല്ലേ. നമ്മൾ ആ മിക്സി ഒന്ന് വാഷ് ചെയ്തെടുത്ത വെള്ളമുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് കിളക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ കുറച്ച് ഉപ്പിടയ്ക്ക് ഇട്ട് കൊടുത്തു, കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇതിൽ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കേട് തൈരും ആഡ് ചെയ്യാം കേട്ടോ. പലരും തൈര് ആഡ് ചെയ്യാറുണ്ട്. ഞങ്ങളിപ്പോൾ ഇതിൽ തൈര് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മിക്സിനെ നമുക്കിനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊരവസ്ഥ. ഈ സമയം നമ്മൾ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്, പൊട്ടിത്തെറിക്കുന്ന കാരണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഫൈനൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇത് കസൂരി മേത്തി എന്ന് പറയും. നമ്മുടെ ഉലുവേലയില്ലേ, ഉലുവേല ഉണക്കിയെടുത്തതാണ്. ഇത് മിക്കവാറും എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു പ്രധാന ഘടകം കേട്ടോ. നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കടയിൽ മേടിക്കാൻ കിട്ടുക കസൂരി മേത്തി. ഒന്ന് കയ്യിൽ വെച്ചിട്ട് ശരിക്കും തിരുമിയിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഞങ്ങൾ ഇത്രയും തിക്കായിട്ട് ഗ്രേവി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇനി ഫൈനലി കുറച്ച് ഫ്രഷ് ക്രീം. ഇത് മസ്റ്റല്ല, പക്ഷെ ആഡ് ചെയ്തൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഫ്രഷ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാലക് പനീർ റെഡിയാണ്. ഞാൻ സർവിങ് ഡിഷിലേക്ക് മാറ്റി ഇതൊന്ന് ഭംഗിയാക്കണം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒന്ന് ചേർത്ത് കഴിയാൻ അത്രയും സൂട്ടബിൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ അല്ല. ഇത് ശരിക്കും ആപ്റ്റായിട്ട് കഴിക്കാവുന്നത് ചപ്പാത്തിക്ക് ബെസ്റ്റാണ്, പൊറോട്ടയ്ക്ക് ബെസ്റ്റാണ്, നാനിന് ബെസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ എന്നാലും നാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നാനിനോട് കഴിക്കേണ്ട പരിപാടിയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സക്കീസ് ഇന്നോവേഷൻസ്.